ചിലരുടെ വേർപാട് മനസ്സിലും ജീവിതത്തിലും അവശേഷിപ്പിക്കുന്ന വല്ലാത്തൊരു ശൂന്യതയുണ്ട്. അത്തരം ഒരു ശൂന്യതയുടെ കണ്ണീരിറയത്താണ് കുവൈറ്റിലെ അമീരി ആശുപത്രിയിലെ നേഴ്സായ ജോഷി പൗലോസ്. കുവൈറ്റിലെ അമീറായിരുന്ന ഷെയ്ഖ് നവാഫ് അഹമ്മദ് അൽ ജാബർ അൽ സബയെ ദീർഘനാളായി പരിചരിച്ചു വന്നത് മലയാളി കൂടിയായ ജോഷി പൗലോസ് ആയിരുന്നു. അമീറിൻ്റെ വേർപാടിന് ശേഷം ഹൃദയസ്പർശിയായ ഭാഷയിൽ അമീറിനെ ഓർത്തെടുക്കുകയാണ് ജോഷി പൗലോസ്. മനുഷ്യസ്നേഹിയും സൂക്ഷ്മദർശിയും സ്നേഹസമ്പന്നനുമായിരുന്നു അമീറെന്ന് ജോഷി ഓർക്കുന്നു. അതേസമയം നിഷ്ഠകളിൽ അണുവിട വ്യതിചലിക്കാത്ത കർക്കശക്കാരനുമായിരുന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ അമീറിന് കഴിഞ്ഞു. ഷെയ്ഖ് നവാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂക്ഷ്മ നിരീക്ഷകൻ എന്ന് തന്നെ പറയാം. ഭയങ്കര ഒരു സ്നേഹസമ്പന്നനായിരുന്നു. കാരണം നമ്മളെല്ലാവരും കഴിച്ചില്ല, കൂടെയുള്ള എല്ലാവരും കഴിച്ചോ. അവർക്ക് സെപ്പറേറ്റ് ഡൈനിങ് ആണ്. നമ്മൾ ഒരു 40-45 പേരുടെ ഒരു ക്രൂ ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ. ആ ട്രാവൽ ചെയ്യുമ്പോൾ ആ ക്രൂവിലുള്ള എല്ലാവരും തിരിച്ചു പോകുമ്പോൾ അവൻ കഴിച്ചോ അങ്ങനെ ചോദിക്കാനുള്ളൊരു മനസ്സ് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഡൗൺ ടു എർത്ത് വന്നിട്ട് എല്ലാവരോടും ചോദിക്കും, ഫുഡ് കഴിച്ചോ. അങ്ങനെ അത്രയും ഒരു സ്നേഹസമ്പന്നനായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഭയങ്കര കൃത്യനിഷ്ഠ ചിട്ടയുള്ളൊരു മനുഷ്യനാണ്. കാരണം ഇപ്പം നമ്മളൊരു സാധനം എടുത്തു, അത് തിരിച്ച് കൃത്യമായിട്ട് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണം. ഇപ്പം നമ്മൾ ആ ബനിയൻ ഇങ്ങോട്ട് വലിച്ച് കയറ്റി വെച്ചു, തിരിച്ച് നമ്മൾ ആ ബനിയൻ അവിടേക്ക് ഇട്ടേച്ച് പോയാൽ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് തിരിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും. അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്യരുതെന്നുള്ള രീതിയിലാണ്. തികഞ്ഞൊരു മുസൽമാനായിരുന്നു അമീർ എന്ന് ജോഷി ഓർക്കുന്നു. സ്വർഗീയ തുല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം. പത്നിയോട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. അമീറിനെ പരിചരിച്ചത് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളടങ്ങിയ ക്രൂ ആയിരുന്നു. എല്ലാവരോടും അദ്ദേഹം സ്നേഹത്തോടെയാണ് ഇടപെട്ടു വന്നത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, തികഞ്ഞൊരു മുസൽമാൻ. പിന്നെ ഞാൻ കണ്ടേക്കുന്നൊരു കാര്യം ഭാര്യയോടുള്ള ആത്മാർത്ഥത. അത് ഭാര്യയ്ക്കും അതായിട്ട് രണ്ടുപേരും രാവിലെ ഞങ്ങൾ ഒരു മീറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നൊരു ഇതുണ്ട്. ഞാനായിരിക്കും കൂടുതലും എല്ലാ ദിവസവും ഞാനും ഈ ദിനകർ അങ്കളും അണ്ണനും കൂടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വഴിയിൽ ആ മാമ വന്ന് നിൽക്കുമ്പോൾ ആ രണ്ടുപേരുടെ ഒരു സ്നേഹവും അത് കഴിഞ്ഞിട്ട് വന്നിരിക്കലോ ഒന്നിച്ചിരുന്ന് വർത്താനം പറയില്ല. അപ്പോൾ ഞാൻ പറയും, ഇത്രയും പ്രായമായിട്ടുണ്ടല്ലോ, ഒരു അതൊക്കെ നമ്മുടെ ആൾക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അവരുടെ ഒരു ദാമ്പത്യം ഒരു സ്വർഗീയ തുല്യമായൊരു ദാമ്പത്യമായിരുന്നു കേട്ടോ രണ്ടുപേരുടെ. അതുപോലെ മക്കളാണെങ്കിലും ഷെയ്ഖ് നവാഫ്, ഷെയ്ഖ് ഫൈസൽ, ഷെയ്ഖ് സാലിം, ഷെയ്ഖ് അബ്ദുള്ള, മോള് ഷെയ്ഖ് എല്ലാവരും ഞങ്ങളുടെ ടീമിനോട് ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മളുടെ കൂടെ നമ്മളോട് ഒത്തിരി സഹകരിച്ച് പോയൊരു ഫാമിലി ആയിരുന്നു. പിതാവ് മരിച്ചപ്പോൾ ആ വിവരം അറിഞ്ഞ അമീർ തനിക്ക് നൽകിയത് പിതൃതുല്യമായ സ്നേഹമായിരുന്നുവെന്ന് ജോഷി പറയുന്നു. പിതാവ് മരിച്ചതറിഞ്ഞ് നാട്ടിൽ പോയതിനു ശേഷം തിരികെ കുവൈറ്റിലെത്തിയ തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു അമീർ. നിനക്കിനി ഞാനുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മഹാനായ ഒരു മനുഷ്യസ്നേഹിയുടേതായിരുന്നു. ജർമ്മനിയിൽ വെച്ചിട്ടാണ് ഒരൊറ്റ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, അതായത് ഞാനെന്തോ നമ്മൾ ആ തിരിച്ച് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടിച്ച് നമ്മുടെ പണി തീർത്തിട്ട് മറ്റേ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൽ അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. കൃത്യമായിട്ട് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടിയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നിങ്ങനെ വന്നപ്പോൾ എന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വിഷമിച്ച് മുഖമൊക്കെ വല്ലാതെയായി. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ അബൂയുടെ പോലെയാണ്. അതൊരു എപ്പോഴും പറയുന്നൊരു വേർഡാണ്. എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ വിഷമിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞു മിത്തൽ അബൂയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അബൂയ, ഞാനുണ്ട്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാനുണ്ട്.
അതെല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് വലിയൊരു അപ്രൈസലല്ലേ. അത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുക എന്ന് പറയുന്നത് എന്തൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഇന്ത്യക്കാരോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അമീറിന്. ചികിത്സാ സഹായികളായി മൊത്തം നിശ്ചയിച്ചത് ഇന്ത്യക്കാരെയായിരുന്നു. തൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം വല്ലാതെ വില കൽപ്പിച്ചിരുന്നതായി ജോഷി പറഞ്ഞു. ചികിത്സാ പ്രോട്ടോക്കോളുകളെക്കുറിച്ച് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ജോഷി എവിടെ, ജോഷി വന്ന് പറയട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുമായിരുന്നു. പൊതുവെ നമ്മൾ ഇന്ത്യക്കാരോടൊരു പ്രത്യേക ഒരു സ്നേഹം കാണിച്ചിരുന്നു കേട്ടോ. നമ്മളോട് ഒരിക്കലും ഒരാളോടും അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാ സ്റ്റാഫും, ഹൗസ് ബോയ്സും നേഴ്സിംഗ് സ്റ്റാഫും എല്ലാം ഇന്ത്യൻസ് ആയിരുന്നു. അങ്ങനെ ഇന്ത്യൻസിനോട് ദേഷ്യമായിരുന്നെങ്കിൽ ഇന്ത്യൻ സ്റ്റാഫിനെ വയ്ക്കത്തില്ലല്ലോ. എല്ലാവരും ഇന്ത്യൻ സ്റ്റാഫായിരുന്നു. അതൊരു വലിയ കാര്യം. ഈ അടുത്ത കാലം വരെ ഒരു വർഷം മുമ്പ് വരെ കാർക്ക് ഓടിച്ച് മോസ്കിൽ പോകുമായിരുന്നു. പറഞ്ഞില്ല, എനിക്ക് താഴെ റൂം തന്നിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ താഴെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ട്, നീ ഉണ്ടെന്ന്. ഇപ്പോൾ ലാസ്റ്റ് ഇവൻ ആ ദിവസങ്ങളിലാണെങ്കിൽ ബ്ലഡ് കൊണ്ടുപോകണം ആരെയൊക്കെ പറഞ്ഞപ്പോൾ നീ പോകണ്ട, മറ്റൊരാൾ വിടണം. അന്ന് വയ്യാതെ ആവുന്ന ദിവസം പോലും നീ പോകണ്ട, നീ ഇവിടെ നിൽക്കും, മറ്റവൻ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അങ്ങനെ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. എന്നോട് മാത്രമല്ല കേട്ടോ, ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേരോടും. അപാരമായ ആത്മധൈര്യത്തിൻ്റെ ഉടമയായിരുന്നു അമീർ. ആവോളം സ്നേഹം നൽകിയാണ് അദ്ദേഹം എല്ലാവരുമായും ആത്മബന്ധം ഉണ്ടാക്കിയത്. രോഗാവസ്ഥയിൽ പോലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുമെന്ന് ആത്മവിശ്വാസത്തിലായിരുന്നു അമീർ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ആത്മബന്ധം ഉണ്ടാവുന്നത് നമുക്ക് സ്നേഹം കിട്ടുന്നിടത്താണ് നമുക്ക് കൂടുതൽ ആത്മബന്ധം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ വിങ്ങിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിച്ച അതുപോലെ തന്നെ ഞാൻ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. ഹൈനസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്രയും അടുപ്പം കാണിച്ചൊരു മനുഷ്യൻ, അത്രയും നമ്മളോട് സ്നേഹം കാണിച്ചൊരു മനുഷ്യൻ. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഈ 5 പേര് ഞങ്ങളുടെ നേഴ്സിംഗ് ടീം പ്ലസ് ബസന്ത്, അതുപോലെ ആ അവിടെയുള്ള ബോയ്സ് ആണെങ്കിലും സാഹിറൊക്കെ ആണെങ്കിൽ ആ കൃത്യം നേരത്ത് വന്നിട്ട് ഇത് പ്രയറിൻ്റെ ടൈം ആട്ടോ, ഇത് അങ്ങനെ കൃത്യമായിട്ട് പറയുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ആ കൃത്യതയൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും അത് കാണിച്ചു എന്നുള്ളതാണ്. നമ്പറില്ല, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. നമുക്ക് അവർ വീണ്ടും വേണം നമ്മളോട് ചേർത്ത് നിർത്തണമെന്നല്ല നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു, ഇപ്പോഴും ഞാൻ പറയാം, ഒക്കെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നെങ്കിൽ കയറി വന്നേനെ. അത്രയും ഒരു ആത്മവിശ്വാസമുള്ളൊരു ആളാണ്. ഇപ്പം നടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടന്ന് കാണിക്കും. അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. കുവൈറ്റ് അമീറിനെ പരിചരിച്ചത് മുഴുവൻ മലയാളി നഴ്സിംഗ് ജീവനക്കാർ ആണെന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ജോഷി പറഞ്ഞു. എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ പരിചരിച്ചു. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ വിങ്ങുന്ന മനസ്സുമായാണിപ്പോൾ കഴിയുന്നതെന്ന് ജോഷി പറഞ്ഞു. അത്രമാത്രം ആത്മബന്ധമായിരുന്നു അമീറുമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്ര പെട്ടെന്ന് വിട്ടുപോയി എന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്നും ജോഷി പറഞ്ഞു. നമുക്കിടെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ദൈവം ഒരു സമയമുണ്ടല്ലോ. നമ്മൾ അവസാനം വരെ ചെയ്തെങ്കിലും നമുക്ക് പിന്നെ സ്പെഷ്യലി ഞാൻ ഇവിടെ താങ്ക്സ് പറയാനാണെങ്കിൽ ഞാൻ സ്പെഷ്യലി പറയുന്നത് ജാബറിലെ സ്റ്റാഫ് കേട്ടോ. ഈ 18 ദിവസം ജാബറിലെ ICUലെ സ്റ്റാഫ്, അവിടുത്തെ VIP ICUലെ സ്റ്റാഫ് എല്ലാവരും മലയാളി പിള്ളേരായിരുന്നു. ഒരു തമിഴ് പയ്യൻ ഒഴിച്ച് ബാക്കി എല്ലാം മലയാളി പിള്ളേരായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഹൈനസിനെ നോക്കിയേക്കുന്ന മുഴുവൻ മലയാളി നേഴ്സസാണ്. അതിൽ ഞാൻ പ്രൗഡാണ്. കാരണം അവിടുത്തെ എല്ലാ നേഴ്സുമാരും മലയാളി നേഴ്സസായിരുന്നു. അവർ പിന്നെ രണ്ട് ഈജിപ്ഷ്യൻ നേഴ്സസ് ഉണ്ടായിരുന്നു. അവരല്ലാതെ ബാക്കി എല്ലാം മലയാളി നേഴ്സസ്. അതായത് ബെഡ് സൈഡ് ചെയ്തത് ഫുള്ള് മലയാളി നേഴ്സസാണ്. പിന്നെ അവിടുത്തെ ഒരു ഡോക്ടർ സാറ, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, ഹെൽത്ത് മിനിസ്റ്റർ അലാവാദി, പിന്നെ നമ്മുടെ അണ്ടർ സെക്രട്ടറി പുതിയ അബ്ദുൾ റഹ്മാൻ, ഹെൽത്തിൻ്റെ അണ്ടർ സെക്രട്ടറി പുള്ളി, അവരെല്ലാവരും ഹെൽത്ത് മിനിസ്റ്റർ ഒന്നും വീട്ടിൽ പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ പോലെ തന്നെ അവിടെ തന്നെയായിരുന്നു എല്ലാ ദിവസവും. അവിടെ തന്നെ കിടന്ന്
എല്ലാവരും അവരുടെ മാക്സിമം ലെവലിൽ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും മാക്സിമം ലെവലിൽ വർക്ക് ചെയ്തു.